പാലകൻ ന്യൂസിൻ്റെ മാന്യ പ്രേക്ഷകരെ, ക്രിസ്തുരാജൻ്റെ തിരുനാളോടുകൂടി കഴിഞ്ഞ ഒരു ആരാധനക്രമ വത്സരം അവസാനിച്ചിരിക്കുകയാണ്. ക്രിസ്തുരാജത്വ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഗമന കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ആരാധനക്രമ വത്സരത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനതകൾ പ്രതീക്ഷിച്ചിരുന്ന വാഗ്ദാന പുരുഷനെ വരവേൽക്കുവാൻ വേണ്ടി യഹൂദ ജനത കാത്തിരുന്നു. ആ കാത്തിരിപ്പ് ഒത്തിരിയേറെ സംവത്സരങ്ങൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു. യേശുക്രിസ്തുവിലാണ് ദൈവം വാഗ്ദാനം ചെയ്ത ആ പ്രതീക്ഷ പൂവണിയുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലും പുതിയ നിയമത്തിൽ യോഹന്നാൻ വരെയുള്ള പ്രവാചകന്മാരും പ്രഘോഷിച്ചത് വരുവാൻ പോകുന്ന ആ വാഗ്ദാന പുരുഷനെ തന്നെയാണ്. ഉണ്ണിയേശുവിൻ്റെ ജനനത്തിലൂടെ ഈ വാഗ്ദാനങ്ങൾ, നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷ സഫലമാവുകയാണ്. വീണ്ടും ഒരു ആഗമനകാലം കരഗതമാകുമ്പോൾ ആ വാഗ്ദാന പുരുഷനെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കുന്ന കാവൽക്കാരെ പോലെ ഉണരുമ്പോൾ എന്തിനും ഉള്ള തയ്യാറെടുപ്പോടുകൂടി ആ കാവൽക്കാർ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു കാത്തിരിപ്പാണ്. വ്രതശുദ്ധിയോടുകൂടി തപ അനുഷ്ഠാനങ്ങളോടുകൂടി നാം ഉണ്ണിയേശുവിനെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. തപോനിഷ്ഠനായ ഒരു യുവാവിൻ്റെ ചിത്രമാണ് മരുഭൂമിയിൽ തെളിഞ്ഞത്. താപസ ജീവിതം നയിക്കുകയും പരുപരുത്ത ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിതം നയിച്ച സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്നു. സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുതാപത്തിൻ്റെ വഴിയിലൂടെ ആളുകളെ നയിച്ചുകൊണ്ട് ക്രിസ്തുനാഥനെ സ്വീകരിക്കുവാൻ വേണ്ടി ആളുകളെ ഒരുക്കുകയും ചെയ്തു. രണ്ടു തരത്തിലാണ് ആളുകൾ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് സ്വന്തം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, മറ്റൊന്ന് സമൂഹത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധ കന്യകാമറിയം സ്നാപക യോഹന്നാൻ്റെ മാതാവായ എലിസബത്തിനെ സന്ദർശിക്കുന്ന വേളയിൽ എലിസബത്ത് സ്നാപക യോഹന്നാനെ ഉദരത്തിൽ സംവഹിച്ചിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് പൂരിതയാക്കപ്പെട്ടപ്പോൾ ഉദരത്തിലുള്ള ശിശുവിൻ്റെ ഉത്ഭവപാപത്തിൻ്റെ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയപ്പെടുകയായിരുന്നു. രക്ഷകനായ ഉണ്ണിയേശുവിനെ വരവേൽക്കുവാൻ സ്നാപക യോഹന്നാൻ്റെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത സ്നാപക യോഹന്നാൻ പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതം നയിച്ചതുപോലെ അദ്ദേഹം പ്രസംഗിച്ച അനുതാപത്തിൻ്റെ വചനങ്ങൾ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കട്ടെ. അദ്ദേഹം സ്വീകരിച്ച എളിമയുടെ ജീവിതമാർഗം നമുക്കും സ്വീകരിക്കാം. അങ്ങനെ ഈ ക്രിസ്തുമസ് ഏറ്റവും കൂടുതൽ അർത്ഥവത്താക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം.